സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷം ലൂക്കായുടെ സുവിശേഷം തന്നെ 5-ാമത്തെ അധ്യായം അതിൻ്റെ 33 മുതൽ 39 വരെയുള്ള തിരുവചനങ്ങളാണ്. ഇവിടെ ഈശോ ഒരു കാര്യം പറയുകയാണ്. അതായത് വീഞ്ഞ് ശേഖരിക്കേണ്ട പാത്രം പഴയ പാത്രത്തിൽ എടുത്തു കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവും. അതുകൊണ്ട് വീഞ്ഞ് ശേഖരിക്കേണ്ട പുതിയ പാത്രത്തിലാണ്. ഈശോ നമ്മെ രക്ഷിക്കാനാണ് വന്നതല്ലേ? ഈശോ രക്ഷിക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. എന്നാൽ ഇന്ന് ആ രക്ഷ സ്വന്തമാക്കാത്തതിൻ്റെ കാരണം ഈ പാത്രങ്ങൾ തന്നെയല്ലേ എന്നൊന്ന് ചിന്തിക്കേണ്ട ആവശ്യമാണ്. കാരണം നമ്മൾ എന്ത് സാധനം എടുത്താലും നമ്മൾ പാത്രം കഴുകും അല്ലേ? ഭക്ഷണം കഴിക്കാനും ഭക്ഷണം കരുതാനും ഒക്കെ ആയിട്ട് പാത്രം കഴുകും. അപ്പോൾ ഈ ജീവനുള്ള വചനം നമ്മിലേക്ക് സ്വീകരിക്കുവാൻ നാം നമ്മുടെ പാത്രങ്ങൾ പുതുക്കുന്നുണ്ടോ? പാത്രങ്ങൾ പുതുക്കിയാൽ അത് മനോഹരമാവും എന്ന് തന്നെയാണ് ഈശോ പറയുക. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത്, അതുകൊണ്ടാണ് ഈശോ സുവിശേഷം പ്രസംഗിക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞത്, അനുതപിക്കുവിൻ. അതായത് നീ നിന്നെ തന്നെ വൃത്തിയാക്കുവിൻ, ക്ലീൻ ചെയ്യുവിൻ. കാരണം ഇതാ മഹത്തായ വിരുന്ന് നൽകാൻ പോവുകയാണ്. അപ്പോൾ ആ മഹത്തായ വിരുന്ന് നമുക്ക് അനുഭവിക്കുവാൻ നമുക്ക് തന്നെ ഒരുക്കാം. വീണ്ടും 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 നമുക്ക് പാപമോചനം സ്വീകരിക്കാം. ഈശോയുടെ തിരുരക്തത്താൽ നമ്മെ കഴുകാം. അങ്ങനെ നമ്മളിൽ ആ വലിയ വീഞ്ഞ്, മനോഹരമായ വീഞ്ഞ്, സുന്ദരമായ സ്വാദിഷ്ടമായ ആ വീഞ്ഞ് നമ്മിൽ നിറയട്ടെ, നമ്മിൽ നിന്ന് ഒഴുകട്ടെ. അതിനുള്ള കൃപാവരം ലഭിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ സഹായിക്കണേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു.